ഒരു കൊലപാതകം, അതിനെ ചുറ്റിപ്പറ്റിയുള്ള പോലീസ് അന്വേഷണം. ഒട്ടുമിക്ക ത്രില്ലർ സിനിമകളുടെയും ഇതിവൃത്തം ഒരേപോലുള്ളതാണ്. അവതരണ രീതി വ്യത്യസ്തമായിരിക്കും. പ്രാവിൻകുടു ഷാപ്പിലേക്ക് വന്നാൽ തീർത്തും വ്യത്യസ്തമായ ഒരു അവതരണ രീതിയാണ് നവാഗത സംവിധായകനായ ശ്രീരാജ് ശ്രീനിവാസൻ സ്വീകരിച്ചിരിക്കുന്നത്. സസ്പെൻസും ട്വിസ്റ്റുകളും എന്നുവേണ്ട ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയ്ക്ക് വേണ്ടതെല്ലാം ശ്രീരാജ് ശ്രീനിവാസൻ പ്രാവിൻകുടു ഷാപ്പിലൂടെ പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നുണ്ട്. മധ്യ കേരളത്തിലെ ഒരു സാധാരണ നാട്ടിൻപുറത്തെ ഷാപ്പാണ് പ്രാവിൻകുടു ഷാപ്പ്. ആ ഷാപ്പിൻ്റെ ഉടമസ്ഥനായ കൊമ്പൻ ബാബു ഷാപ്പിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നു. ബാബുവിൻ്റേത് ആത്മഹത്യയാണോ കൊലപാതകമാണോ? കൊലപാതകമാണെങ്കിൽ ആര് കൊന്നു? പ്രാവിൻകുടു ഷാപ്പിൻ്റെ കഥ ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. ദുർബലരായ തൊഴിലാളികളിലൂടെയും ഷാപ്പിലെ സ്ഥിരം മദ്യപാനികളിലൂടെയുമാണ് കഥ വികസിക്കുന്നത്. മലയാള സിനിമയുടെ ഭാഗ്യതാരമാണ് കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടനായി മാറിക്കഴിഞ്ഞ ബേസിൽ ജോസഫ്. തൃശ്ശൂരിലേക്ക് ട്രാൻസ്ഫർ ആയി വന്ന SI സന്തോഷായി ബേസിൽ ജോസഫ് ഗംഭീര പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. സൗബിൻ ഷാഹിർ അവതരിപ്പിക്കുന്ന കണ്ണൻ എന്ന കഥാപാത്രവും മികച്ചു നിൽക്കുന്നുണ്ട്. ശാരീരിക പരിമിതിയുള്ള കണ്ണൻ എന്ന കഥാപാത്രത്തെ സൗബിൻ മികവുറ്റതാക്കി. മെറിൻഡ എന്ന കഥാപാത്രം ചാന്ദിനി ശ്രീധരൻ്റെ കൈകളിൽ ഭദ്രം. ടെക്നിക്കൽ വർക്കുകളും മികച്ചു നിൽക്കുന്നു. പെർഫോമൻസ് കൊണ്ടും ആകാംക്ഷ നിറച്ച ട്വിസ്റ്റുകളും ഒക്കെയായി മികച്ചു നിൽക്കുന്നു പ്രാവിൻകുടു ഷാപ്പ്. നർമ്മ മുഹൂർത്തങ്ങൾ കോർത്തിണക്കിയുള്ള അവതരണം എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തിയേറ്ററിൽ പോയി തന്നെ കണ്ടാസ്വദിക്കേണ്ട ചിത്രമാണ് പ്രാവിൻകുടു ഷാപ്പ്.